അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അല്ലാഹുവേ ഏത് വഴിയിലും പണം വേണമെന്ന് പറഞ്ഞ് ഹറാമും ഹലാലും നോക്കാതെ നെട്ടോട്ട് മൂടുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. പലിശക്കെടുക്കുന്നവരുണ്ടല്ലോ, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനാകാൻ ലോട്ടറി എടുക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നീ വാരിക്കൂട്ടിയാൽ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല പൊന്നുമോരെ. നീ നേരത്തെ പോകേണ്ടി വരും ചെറുപ്പക്കാരാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഈ സ്വഭാവമുണ്ടെങ്കിൽ, ഹറാമായ സമ്പത്താട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. ഏത് പെണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവളല്ല, ഖുർആൻ ഓതുന്നവളല്ല, ലക്ഷക്കണക്കിന് ദിക്റുകൾ പറയുന്നവളല്ല. ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇന്ന് വൈകുന്നേര സമയത്ത് വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യ പറയുവോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറയുവോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, പണം കൂടിക്കഴിഞ്ഞാ പിന്നെ ആർഭാട വിവാഹങ്ങളാണല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാ, എന്തെല്ലാം പേക്കൂത്തുകളാ. അല്ലാഹു തന്ന സമ്പത്ത് അതൊരു പരീക്ഷണ വസ്തുവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മക്കളുടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ആർഭാടങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അതിര് കടന്നു പോകുന്നല്ലോ. എന്തെല്ലാം അനാചാരങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, പൊന്നുമോരെ, പണത്തിനോടുള്ള ആർത്തി കളഞ്ഞിട്ട് നല്ല ജീവിതത്തിലേക്ക് കടക്കുക ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. റസൂലുള്ള കരയുകയാ. ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വലിക്കുകയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ള മിസ്അബിനെ നോക്കിയിട്ട് കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? മിസ്അബേ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞു പോയതാ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു ചെറുപ്പക്കാരാ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചിരുന്നത്. കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയറിഞ്ഞു. വീടിനകത്ത് കെട്ടിക്കിടുകയാണ്, പട്ടിണിക്കിടുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവസാനം മടങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നുമുഖന് മടങ്ങാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വെളിയിലിറങ്ങി. ആ സമയത്ത് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല. എനിക്കൊരുപാട് സമ്പത്തുണ്ട് മിസ്അബേ, ഈ മക്കയുടെ പകുതിയും എന്റേതാ മിസ്അബേ. മിസ്അബിന്റെ ഉമ്മ പറയുകയാണ്, ഈ മക്കയുടെ പകുതിയും എന്റേതാ പൊന്നുപോലെ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഒരു രൂപ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരുന്ന കമീസൂരിയട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട്, ഇമ്മാ, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഇറങ്ങി പോകുമ്പോ മിസ്അബിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു, മിസ്അബേ,
നീ നശിച്ചു പോകട്ടടാ, ഇനി നീ എന്നെ ഉമ്മ എന്ന് പോലും വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. അള്ളാന്റെ റസൂല് കരഞ്ഞതെന്തിനെന്നറിയുമോ? സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ചു നടന്ന മക്കയിലെ കോടീശ്വരന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ കോലം എന്തെന്നറിയുമോ? ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാണ്. ആകെ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. ഇനി തയ്ക്കാ സ്ഥലമില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മിസ്സബേ എന്ത് കോലമാ മിസ്സബേ, എന്ത് കോലമാ മിസ്സബേ? യാ റസൂലല്ലാ, ഓരോ സ്ഥലം കീറുമ്പോഴും തച്ചു വെക്കാ വല്ലാത്ത സന്തോഷവാരബിയോ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ, നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ. അല്ലാഹുവേ, ഉഹദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു, മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഒരു ജനാസ കയ്യിൽ പിടിച്ചിട്ട് സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ മയ്യത്താ? യാ റസൂലല്ലാഹ്, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താ നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത് നബിയേ? മയ്യത്ത് പൊതിയാ തുണി തികയില്ല നബിയേ. സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ, പൊന്നുമോനെ മയ്യത്ത് പൊതിയാ തുണിയില്ല ചെറുപ്പക്കാരാ. തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തലവെളിയിലാണ്. പടച്ചവനെ, അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് തലമറച്ചിട്ട് പൊതി സഹാബാ. അവസാന തുണി കൊണ്ട് തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. 2 കാലും വെളിയിൽ കിടക്കുകയാ, 2 കാലും വെളിയിൽ കിടക്കുകയാ. തുണിയില്ലല്ലോ, കഫം പൊതിയാ തുണിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവരാറ്, പുല്ല് പറിച്ചു കൊണ്ടുവരാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസ്അബ് ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അവസാന നമസ്കാരം കഴിഞ്ഞു. മയ്യത്ത് ഖബറിനകത്തിറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടങ്ങടിഞ്ഞുപോയി, പുല്ലടിഞ്ഞ് ഖബറിനകത്ത് വീടുപോയി. കാല് രണ്ടും വെളിയിൽ കാണുകയാണ്. സഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാ തുടങ്ങി. എല്ലാവരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ പണത്തിന്റെ പുറകെ നെട്ടോട്ടമോടുന്ന യുവത്വേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്തൊരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുത്തിഗാ മർളാത്തില്ല വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം ബാപ്പാ. ചെറുപ്പക്കാരാ, മരിച്ചാ ഇതുപോലെ മരിക്കണം പോരെ. തന്റെ ജീവിതവും തന്റെ സമ്പത്തും അല്ലാഹുവിന് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. മരിക്കണ്ടേ വാപ്പാ, മരിക്കണ്ടേ പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹിന് ബോധം വന്നപ്പോ അവിടെന്ന് വിളിക്കുന്നു, ആയിഷ ആയിഷ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് ആയിഷ ബീബിയെ വിളിക്കുകയാണ്. ആയിഷ ബീബി ഓടി അടുത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ
ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട് ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല 6 7 ദിർഹം എടുത്തുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ളാഹ് കരയുകയാ, കണ്ണ് നിറയുകയാണ്. ആകെയുള്ള സമ്പാദ്യം കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീബി ചോദിച്ചു, നബിയേ എന്തിനാ കരയുന്നത്? ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനങ്ങ് മരിച്ചു പോകുന്നതെങ്കിലോ, ആകെയുള്ളതാരേ 6 ദിർഹം ഇതെന്റെ കയ്യിലിരിക്കുമ്പോഴാ ഞാൻ മരിക്കുന്നതെങ്കിലോ നശിച്ചു പോയല്ലോ ആയിഷ, അള്ളാന്റെ മുന്നിൽ ഞാൻ രക്ഷപ്പെടില്ലല്ലോ ആയിഷ. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ കണ്ണടയുന്നതിന് മുമ്പേ കൊണ്ടു കൊടുക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ആകെ കയ്യിലിരുന്ന് 6 ദിർഹം എടുത്തുകൊണ്ട് സദഖ കൊടുക്കുകയാണ്. 1 രൂപ പോലും സ്വന്തമില്ലാതെയാ ലോകത്തിന്റെ നേതാവ് പോയത്. 5 നയാ പൈസ പോലും അള്ളാന്റെ റസൂലിന്റെ കയ്യിലില്ലായിരുന്നു.